2009 ഡിസംബർ 31 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. വളരെ വേദനിക്കുന്ന ദിവസവും എന്നാൽ സന്തോഷിക്കേണ്ടതായ ഒരു ദിവസം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി പുത്തൻതെരുവുകാരെ സംബന്ധിച്ചു പറഞ്ഞാൽ കരുനാഗപ്പള്ളി പുത്തൻതെരുവുകാർക്ക് വേദനയുടെ ദിനം മാത്രമായിരുന്നു. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ടാങ്കർ ദുരന്തം 10-16 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞു പോയത്. തൊട്ടടുത്ത് തന്നെ പുത്തൻതെരുവിന് തൊട്ടടുത്ത് തന്നെ വവ്വക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരനായി ഞാൻ എറണാകുളത്തേക്ക് ആ ലോങ്ങിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉള്ളൊരു ദിനം തന്നെയായിരുന്നു. എന്തായാലും മരിച്ച ആ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നേരുന്നു. പ്രവാസ ലോകത്തിരുന്ന് എന്ത് വിവാഹ വാർഷികം, ഭാര്യ നാട്ടിലും ഭർത്താവ് പ്രവാസത്തും. പ്രവാസത്തെ ഒട്ടുമിക്ക സഹോദരങ്ങളും അനുഭവിക്കുന്ന ഒരു വേദനയാണ്. ചിലപ്പം ചില സന്ദേശങ്ങൾ അയക്കലും ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടലും മാത്രമാവും. എന്തു തന്നെയായാലും ആ ദിവസത്തിലെ സന്തോഷ ദിനത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണെപ്പോഴും ഭാര്യ, ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണെപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ.